എല്ലാം എൻ്റെ സൗകര്യത്തിനാണെങ്കിൽ പിന്നെ എനിക്ക് യാതൊരു പ്രശ്നവുമില്ല എന്ന് ചിന്തിക്കുന്നത് ശരിയല്ല, നടക്കുന്ന കാര്യമല്ല. പൊടുന്നനവേ വരുന്ന പ്രതിസന്ധികളെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട സംഗതി. വീട്ടിൽ കുട്ടികൾ നമ്മെ അനുസരിക്കാതെ വരുമ്പോൾ, ജോലി സ്ഥലത്ത് സഹപ്രവർത്തകർ പ്രശ്നമുണ്ടാക്കുമ്പോൾ, അവിടെ ഒക്കെയും നാം അസ്വസ്ഥരാകുന്നു, തെറ്റായി പ്രതികരിക്കുന്നു. ഏതൊരു അസ്വസ്ഥതയിലും ശാന്തമായിരിക്കുവാൻ യേശുവിന് കഴിഞ്ഞത് എത്ര വലിയൊരു പാഠമാകുന്നു നമുക്ക് നൽകുന്നത്. തന്നെ ഉപദ്രവിക്കുവാൻ വന്നവരോട് എത്ര ശാന്തതയോടെയാണ് യേശു ഇടപെടുന്നത്. അവർക്ക് തിരിച്ചറിയുവാൻ പോലും കഴിഞ്ഞില്ല. എന്നാൽ യേശു സ്വയം പരിചയപ്പെടുത്തി ഏൽപ്പിച്ചു കൊടുത്തു. പിതാവിൻ്റെ ഹിതത്തിന് സ്വയം വിധേയപ്പെടുത്തിയിരുന്നതിനാൽ യേശു അസ്വസ്ഥനായില്ല. എന്നാൽ പത്രോസിനെ നോക്കിക്കേ, വാളെടുക്കുന്നു, വെട്ടുന്നു, സാഹചര്യം കൂടുതൽ സംഘർഷപൂരിതമാക്കുന്നു. കർത്താവ് തന്നെ പത്രോസിനെ ശാസിക്കുന്നു. വിശുദ്ധ ലൂക്കോസ് എഴുതിയപ്പോൾ ഒരു കാര്യം കൂടി കൂട്ടിച്ചേർത്തു. പത്രോസ് അറുത്ത കാത് യേശു എടുത്ത് ആ ദാസൻ്റെ കാത് സൗഖ്യമാക്കി എന്ന്. എത്ര വലിയ മാതൃകയില്ലേ! തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വേദനാജനകമായ ആ സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ പ്രകോപിതനായില്ല എന്ന് മാത്രമല്ല, തന്നെ കൊല്ലുവാൻ വരുന്നവരെ സഹായിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യും. ഇത് വേറൊരു വലിയ പാഠമാകുന്നു. ശാന്തത എന്നാൽ മിണ്ടാതിരിക്കുന്നതല്ല, പിന്നെയോ നമ്മെ ഉപദ്രവിക്കുവാൻ വരുന്നവരെ സഹായിക്കുവാൻ കഴിയുന്ന മനസ്സുണ്ടാകുന്നതാണ് ശാന്തത. മാനുഷികമായി ഇത് അസാധ്യമാകുന്നു, സംശയമില്ല. ഇവിടെ നമുക്ക് ആവശ്യം ഒരു അമാനുഷിക ശക്തിയാണ്. അതത്രേ പരിശുദ്ധാത്മാവിലൂടെ നമുക്ക് യേശു വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. യേശു സഹിക്കേണ്ടി വന്ന കഷ്ടപ്പാടുകളെ ഓർത്ത് സഹതപിക്കുകയല്ല നാം ചെയ്യേണ്ടത്, മറിച്ച് അവൻ്റെ നല്ല മാതൃകകളെ നമ്മുടെ ജീവിതത്തിൽ അനുവർത്തിക്കുകയാണ് വേണ്ടത്. ഭയാനകമായ പീഡനത്തിൻ്റെ മധ്യത്തിലും സകലവും യേശുവിൻ്റെ നിയന്ത്രണത്തിലായിരുന്നു. നമുക്ക് ഓരോരുത്തർക്കും ഇത് സാധ്യമാകേണ്ടതിനായി പ്രാർത്ഥനയോടെ നമുക്ക് ഇന്നത്തെ ഭാഗം ഒരുമിച്ച് പഠിക്കാം. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 18-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 27 വാക്യങ്ങൾ യേശുവിൻ്റെ ക്രൂശീകരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പഠനമാണ്. അത് വളരെ ദൈവകൃപയോടുകൂടി മനസ്സിലാക്കുവാൻ നമുക്ക് ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. 13-ാം അധ്യായത്തിൽ ആരംഭിച്ചതായ മാളികമുറിയിലെ പ്രഭാഷണം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മനോഹരമായ പ്രാർത്ഥനയോട് 17-ാം അധ്യായത്തിൽ അവസാനിച്ചു. തുടർന്ന് നാം ഈ സുവിശേഷത്തിലെ 5-ാമത്തെ പ്രധാന ഭാഗത്തേക്ക് കടന്നു വരുന്നു. ലോകത്തിലുള്ള യേശുവിൻ്റെ സാക്ഷ്യമാണ് ഈ ഭാഗത്തെ വിഷയം. 18 മുതൽ 20 വരെയുള്ള അധ്യായങ്ങളാണ് ഈ ഭാഗത്ത് ഉൾക്കൊള്ളുന്നത്. യേശുവിനെ പിടിച്ച് മഹാപുരോഹിതന്റെ മുമ്പാകെ കൊണ്ടുപോകുന്നതായി ഈ അധ്യായത്തിൽ നാം കാണുന്നത് അത്രേ. മറ്റ് സുവിശേഷങ്ങളിൽ നിന്നും ഭിന്നമായ വിശദീകരണമാണ് ഇവിടെ നമുക്ക് ലഭിക്കുന്നത്. മറ്റ് 3 സുവിശേഷങ്ങളിലും യേശുക്രിസ്തുവിൻ്റെ മനുഷ്യത്വത്തിനും മനുഷ്യ സ്വഭാവത്തിനും അവൻ്റെ കഷ്ടപ്പാടുകൾക്കുമാണ് കൂടുതൽ പ്രാധാന്യം നൽകിയിരിക്കുന്നത്. ആദ്യത്തെ 3 സുവിശേഷങ്ങളിലും യേശു യെരുശലേമിനെ സമീപിച്ചപ്പോൾ താൻ മരിപ്പാനായി അവിടേക്ക് പോകുന്നു എന്ന് പറഞ്ഞതായി രേഖപ്പെടുത്തിയിരിക്കുന്നു. കഷ്ടപ്പാടുകൾ, നിന്ന, മരണം, ഉയർത്തെഴുന്നേൽപ്പ് എന്നീ കാര്യങ്ങൾ അവൻ സൂചിപ്പിക്കുന്നു. എന്നാൽ യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തിനാണ് കൂടുതൽ പ്രാധാന്യം നൽകിയിരിക്കുന്നത്. ദൈവം മനുഷ്യനായിട്ടാണ് ഈ സുവിശേഷത്തിൽ യേശുവിനെ കാണുന്നത്. 18-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഇത് പറഞ്ഞിട്ട് യേശു ശിഷ്യന്മാരുമായി കെദ്രോൻ തോട്ടിന് അക്കരയ്ക്ക് പോയി. അവിടെ ഒരു തോട്ടമുണ്ടായിരുന്നു, അതിൽ അവനും ശിഷ്യന്മാരും കടന്നു. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മഹത്വത്തിൻ്റെയും താഴ്മയുടെയും ഒത്തുചേരലാണ് ഈ ഭാഗത്ത് നമുക്ക് കാണുവാൻ കഴിയുന്നത്. യേശു രാത്രി സമയങ്ങൾ വിശാലമായ ആകാശത്തിന് കീഴിൽ കഴിച്ചുകൂട്ടി എന്ന് കരുതുന്നു. അവൻ എന്തിനാണ് യെരുശലേം വിട്ട് കെദ്രോൻ തോട്ടിനക്കരയ്ക്ക് പോയത്? യേശു സാധാരണ അവിടെ പോകുക പതിവായിരുന്നു എന്ന് കരുതാവുന്നതത്രേ. 2-ാം വാക്യത്തിൽ കാണുന്നു, അവിടെ യേശു പലപ്പോഴും ശിഷ്യന്മാരോടുകൂടെ പോയിരുന്നത് കൊണ്ട് അവനെ കാണിച്ചു കൊടുത്ത യൂദയും ആ സ്ഥലം അറിഞ്ഞിരുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 21-ാം അധ്യായത്തിന് 37-ാം വാക്യത്തിൽ ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്: അവൻ ദിവസേന പകൽ ദേവാലയത്തിൽ ഉപദേശിച്ചു പോന്നു, രാത്രി ഒലിവുമലയിൽ പോയി പാർക്കും. കെദ്രോൻ തോട്ടിന് അക്കരെയായിരുന്നു ഒലിവുമല.
യേശുവിനെ കാണിച്ചു കൊടുക്കുന്നതിന് യൂദാ പറഞ്ഞൊത്തതിന് ശേഷം നമ്മുടെ കർത്താവ് കെദ്രോൻ തോട്ടിനക്കരെ പോയി. യേശു ഒരു രാത്രി പോലും യെരുശലേം നഗരത്തിൽ ചെലവഴിച്ചതായി നമുക്ക് അറിയില്ല. തൻ്റെ ജീവിതത്തിലെ അവസാന ആഴ്ചയിൽ യേശു ബഥാനിയിൽ പോയി സ്നേഹിതരോടൊപ്പം താമസിച്ചു. ഈ അവസാന രാത്രി പോലും അവൻ യെരുശലേം നഗരം വിട്ട് ഗത്സമന എന്ന തോട്ടത്തിലേക്ക് പോവുകയാണ് ചെയ്തത്. തൻ്റെ ശത്രുക്കൾക്ക് അവനെ പിടിക്കുവാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുകയാണ് ഈ ഏകാന്ത സ്ഥലത്ത് യേശു പോയതിൻ്റെ ഉദ്ദേശം. അവർക്ക് യേശുവിനെ പിടിക്കണമെന്നുണ്ട്. എന്നാൽ ജനത്തെ ഭയപ്പെടുക നിമിത്തം ദേവാലയത്തിലോ യെരുശലേം നഗരത്തിലോ വെച്ച് അവൻ്റെ മേൽ കൈവെപ്പാൻ അവർ ധൈര്യപ്പെട്ടില്ല. യോഹന്നാൻ തൻ്റെ സുവിശേഷത്തിൽ യേശുവിൻ്റെ ഗത്സമന തോട്ടത്തിലെ വ്യഥയെക്കുറിച്ച് സൂചിപ്പിക്കുന്നില്ല എന്ന കാര്യം ശ്രദ്ധിക്കുക. യേശുവിൻ്റെ ഭയങ്കരമായ കഷ്ടപ്പാടുകളെക്കുറിച്ച് യോഹന്നാൻ എഴുതുന്നില്ല. മറിച്ച് യേശുവിൻ്റെ മഹത്വത്തെയാണ് അവൻ ചൂണ്ടിക്കാണിക്കുന്നത്. മറ്റ് സുവിശേഷങ്ങളിൽ യേശുവിൻ്റെ മഹത്വത്തിന് പ്രാധാന്യം കൊടുക്കുമ്പോൾ യോഹന്നാൻ യേശുവിൻ്റെ ദൈവത്വത്തിനാണ് പ്രാധാന്യം നൽകുന്നത്. തന്നെ പിടിക്കുന്നതിൽ യേശു എതിർപ്പ് കാണിക്കുന്നില്ല എന്ന് നമുക്ക് കാണുവാൻ കഴിയും. അവൻ എതിർപ്പ് പ്രകടിപ്പിക്കാത്തത് ദൈവത്തിൻ്റെ കുഞ്ഞാടാണ്. രോമം കത്തിരിക്കുന്നവരുടെ മുമ്പാകെ മിണ്ടാതെ ഇരിക്കുന്ന ആടിനെ പോലെ അവൻ വായെ തുറക്കാതെ ഇരുന്നു എന്ന് യെശയ്യാപ്രവചനം 53:7 നാം കാണും. യേശുക്രിസ്തുവിൻ്റെ ആളത്വത്തിൻ്റെ ശ്രേഷ്ഠത ഈ സമയത്ത് വളരെ മനോഹരമായി പ്രകടിപ്പിക്കപ്പെടുന്നു. മുമ്പ് തൻ്റെ ശത്രുക്കൾ യേശുവിനെ പിടിപ്പാൻ ശ്രമിച്ചപ്പോൾ അവൻ അവരിൽ നിന്ന് മറഞ്ഞിരിപ്പാൻ ശ്രമിച്ചതായി നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ. അവന് അത്ഭുതകരമായ രീതിയിൽ അപ്രത്യക്ഷനാകുവാൻ കഴിയുമായിരുന്നു എന്നത് വ്യക്തമാണ്. എന്നാൽ ഇപ്പോൾ അവൻ പിടിക്കപ്പെടുവാനായി തന്നെ തന്നെ പ്രത്യക്ഷമായി കാണിച്ചു കൊടുക്കുന്നു. ഇത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇനി അടുത്ത വാക്യത്തിൽ നാം കാണുന്ന അങ്ങനെ യൂദാ 3-ാം വാക്യത്തിൽ പട്ടാളത്തെയും മഹാപുരോഹിതന്മാരും പരീശന്മാരും അയച്ച ചേവകരെയും കൂട്ടിക്കൊണ്ട് തീവട്ടിപ്പന്തങ്ങളും ആയുധങ്ങളുമായി അവിടെ വന്നു. യേശു എന്തു പറഞ്ഞു എന്ന് ലൂക്കോസ് എഴുതിയിട്ടുണ്ട്. ഒരു കള്ളൻ്റെ നേരെ എന്ന പോലെ നിങ്ങൾ വാളും വടിയുമായി പുറപ്പെട്ടു വന്നുവോ എന്ന് ലൂക്കോസ് 22:52 വാക്യത്തിൽ വായിക്കുന്നു. ഒരു കൂട്ടം ആളുകൾ കടന്നു വന്നു എന്ന് മനസ്സിലാക്കുവാൻ കഴിയും. കുറഞ്ഞത് 500 പേരെങ്കിലും ഉൾപ്പെടുന്ന ഒരു സൈന്യം ആയിരിക്കും അന്ന് വന്നത്. ഒരു വലിയ പുരുഷാരം യൂദായുടെ കൂടെ വന്നു എന്ന് മത്തായിയുടെ സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുക. എന്തിനാണ് അത്രയും ആളുകൾ വാളും വടിയുമായി വന്നത്? യേശു അത്ഭുതങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് അവർ മനസ്സിലാക്കിയിരുന്നു. വളരെയധികം പടയാളികളെ കൂടെ കൊണ്ടുവന്നാൽ യേശുവിനെ പിടിക്കുവാൻ കഴിയുമെന്ന് അവർ ചിന്തിച്ചു. കർത്താവിൻ്റെ ആളത്വത്തിൻ്റെ ശ്രേഷ്ഠത നോക്കൂ. യേശു തനിക്ക് നേരിടുവാനുള്ളതെല്ലാം അറിഞ്ഞ് പുറത്തു ചെന്ന് നിങ്ങൾ ആരെ തിരയുന്നു എന്ന് അവരോട് ചോദിച്ചു. അതേ സുഹൃത്തെ, യേശു ഒരു പാവം ബലഹീനനായ മനുഷ്യനാണെന്നും ബുദ്ധിമാന്മാരായ മതഭരണാധികാരികൾ റോമാക്കാരുടെ ശക്തിയുടെ പിൻബലത്തോടെ അവനെ പിടിച്ചു എന്നുമാണോ നിങ്ങൾ ചിന്തിക്കുന്നത്? ആദർശവാനായ ഒരു പാവപ്പെട്ട ഭക്തൻ. യേശു തന്നെ തന്നെ അവർക്ക് ഏൽപ്പിച്ചു കൊടുത്തില്ലായിരുന്നുവെങ്കിൽ അവരുടെ കയ്യിൽ ഉണ്ടായിരുന്ന ആയുധങ്ങളെല്ലാം തന്നെ പ്രയോജനരഹിതമായി തീരുമായിരുന്നു എന്നതിൽ സംശയമില്ല. 5-ാം വാക്യം, നസറേനായ യേശുവിനെ എന്ന് അവർ ഉത്തരം പറഞ്ഞപ്പോൾ അത് ഞാൻ തന്നെ എന്ന് യേശു പറഞ്ഞു. അവനെ കാണിച്ചു കൊടുക്കുന്ന യൂദയും അവരോടുകൂടെ നിന്നിരുന്നു. അവർ അവനെ നസറേനായ യേശു എന്ന് വിളിച്ചത് ശ്രദ്ധിക്കുക. ക്രിസ്തു എന്ന് വിളിച്ച് അവൻ്റെ മഹത്വം കൊടുപ്പാൻ അവർ തയ്യാറായില്ല. എല്ലാ നാമത്തിലും മേലായ നാമമാണ് യേശുവിൻ്റെ നാമം. യേശുവിൻ്റെ നാമത്തിങ്കൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങുന്ന ദിവസം വരാൻ പോകുന്നു. എന്നാൽ ഇപ്പോൾ ഈ ജനങ്ങൾ അവനെ ക്രിസ്തുവായി, രക്ഷകനായി, ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായി അംഗീകരിപ്പാൻ തയ്യാറല്ല. അവർ അവനെ അറിഞ്ഞിരുന്നില്ല. യൂദയും ആദ്യം അവനെ അറിഞ്ഞില്ല എന്നതത്ര ഏറ്റവും വിചിത്രമായ കാര്യം. യൂദ എന്തുകൊണ്ടാണ് അവനെ അറിയാതിരുന്നത്? പൗലോസ് പറയുന്നത് ശ്രദ്ധിക്കുക. എന്നാൽ ഞങ്ങളുടെ സുവിശേഷം മറഞ്ഞിരിക്കുന്നുവെങ്കിൽ നശിച്ചു പോകുന്നവർക്ക് അത്രേ മറഞ്ഞിരിക്കുന്നു. ദൈവപ്രതിമയായ ക്രിസ്തുവിൻ്റെ തേജസ്സുള്ള സുവിശേഷത്തിൻ്റെ പ്രകാശനം ശോഭിക്കാതിരിപ്പാൻ ഈ ലോകത്തിൻ്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി. 2 കൊരിന്ത്യർ 4:3-4 വാക്യങ്ങൾ. അതെ, പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിൻ്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല എന്നും ആത്മീയമായി വിവേചിക്കേണ്ടതാകയാൽ അതവന് ഗ്രഹിപ്പാൻ കഴിവില്ല എന്നും നാം തിരുവചനത്തിൽ വായിക്കുന്നുണ്ട്. യേശു തേജസ്സുള്ള കർത്താവായി നിന്നിരുന്നത് കൊണ്ട് യൂദയ്ക്കും അവനെ മനസ്സിലാക്കുവാൻ കഴിഞ്ഞില്ല എന്നത്ര ഞാൻ ചിന്തിക്കുന്നത്. 6-ാം വാക്യം, ഞാൻ തന്നെ എന്ന് അവരോട് പറഞ്ഞപ്പോൾ അവർ പിൻവാങ്ങി നിലത്തു വീണു.
വചനം ജഡമായി തീർന്ന് കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ഞങ്ങൾ അവൻ്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവൻ്റെ തേജസ്സായി കണ്ടു എന്ന് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിലെ 14-ാം വാക്യത്തിൽ നാം വായിക്കുന്നു. ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടായി തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്ന ഈ ഇരുണ്ട മണിക്കൂറിലും യേശുവിൻ്റെ ദൈവത്വം വെളിപ്പെടുത്തി. അവർ പിൻവാങ്ങി നിലത്ത് വീണു. താൻ സകലത്തെയും നിയന്ത്രിക്കുന്നവനാണെന്നും തൻ്റെ അനുവാദം കൂടാതെ തന്നെ പിടിക്കുവാൻ അവർക്ക് കഴിയുകയില്ലെന്നും യേശു ഈ മനുഷ്യർക്ക് വെളിപ്പെടുത്തി കൊടുത്തു. അവനെ ആരാധിക്കുവാനായി അവർ മുമ്പോട്ട് വീണു വണങ്ങുകയല്ല ചെയ്തത്. ഭയവും പരിഭ്രമവും നിമിത്തം അവർ പിമ്പോട്ട് വീഴുകയത്രേ ചെയ്തത്. അവർ പിന്നോട്ട് വീണപ്പോൾ അവിടെ ചില നിമിഷങ്ങളിൽ വലിയ ആശയക്കുഴപ്പമുണ്ടായി എന്നത്രേ ഞാൻ ചിന്തിക്കുന്നത്. അവർ നസ്രയനായ യേശുവിനെയല്ല, ദൈവമനുഷ്യനായ തേജസ്സിൻ്റെ കർത്താവിനെയാണ് കാണുന്നത്. പ്രവചന നിവൃത്തിയായിരുന്നു അത്. യഹോവ എൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയും ആകുന്നു. ഞാൻ ആരെ ഭയപ്പെടും? യഹോവ എൻ്റെ ജീവൻ്റെ ബലം. ഞാൻ ആരെ പേടിക്കും? എൻ്റെ വൈരികളും ശത്രുക്കളുമായ ദുഷ്കർമ്മികൾ എൻ്റെ മാംസം തിന്നുവാൻ എന്നോടടുക്കുമ്പോൾ ഇടറി വീഴുമെന്ന് സങ്കീർത്തനക്കാരൻ 27-ാം സങ്കീർത്തനം 1-2 വാക്യങ്ങളിൽ പറയുന്നു. ദൈവിക വശം ഇതാണ്. എന്നാൽ 35-ാം സങ്കീർത്തനത്തിൻ്റെ 4-ാം വാക്യത്തിൽ മാനുഷിക വശം കാണുവാൻ കഴിയുന്നു. എനിക്ക് ജീവഹാനി വരുത്തുവാൻ നോക്കുന്നവർക്ക് ലജ്ജയും അപമാനവും വരട്ടെ. എനിക്ക് അനർത്ഥം ചിന്തിക്കുന്നവർ പിന്തിരിഞ്ഞ് നാണിച്ചു പോകട്ടെ. 40-ാം സങ്കീർത്തനത്തിൻ്റെ 14-ാം വാക്യത്തിലും ഇതുപോലെ എനിക്ക് ജീവഹാനി വരുത്തുവാൻ നോക്കുന്നവർ ലജ്ജിച്ച് ഭ്രമിച്ചു പോകട്ടെ എന്ന് നാം വായിക്കുന്നു. ഇനിയും 7 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിലേക്ക് വരുമ്പോൾ 18-ാം അധ്യായത്തിൻ്റെ 7 മുതൽ 9 വരെ, നിങ്ങൾ ആരെ തിരയുന്നു എന്ന് അവൻ പിന്നെയും അവരോട് ചോദിച്ചതിന് അവർ നസറേനായ യേശുവിനെ എന്ന് പറഞ്ഞു. ഞാൻ തന്നെ എന്ന് നിങ്ങളോട് പറഞ്ഞുവല്ലോ. എന്നെ ആകുന്നു തിരയുന്നതെങ്കിൽ ഇവർ പൊയ്ക്കൊള്ളട്ടെ എന്ന് യേശു ഉത്തരം പറഞ്ഞു. നീ എനിക്ക് തന്നവരിൽ ആരും നഷ്ടമായി പോയിട്ടില്ല എന്ന് അവൻ പറഞ്ഞ വാക്കിന് ഇതിനാൽ നിവർത്തി വന്നു. യേശുവിൻ്റെ മാന്യമായ പെരുമാറ്റം ശ്രദ്ധിക്കുക. അവൻ സർവത്തിൻ്റെയും അധികാരിയാണ്. അവർ ആരെ പിടിക്കണം ആരെ പിടിക്കരുത് എന്നുപോലും അവൻ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നു. ഇടയൻ പിടിക്കപ്പെടും എന്നും ആടുകൾ ചിതറിപ്പോകുമെന്നും പ്രവചിച്ചിരുന്നു. എന്നാൽ തനിക്ക് യാതൊരുത്തനെയും നഷ്ടപ്പെടുകയില്ല എന്ന് യേശു പറഞ്ഞിരുന്നു. ശിഷ്യന്മാർ പിടിക്കപ്പെടുകയില്ല. സാക്ഷികളെയോ യേശുവിൻ്റെ സഹപ്രവർത്തകരെന്ന നിലയിലോ അവരെയും പിടിക്കാനിടയുണ്ട് എന്ന് ന്യായമായി ചിന്തിക്കാവുന്നത് അത്രേ. എന്നാൽ അവരെ പിടിച്ചില്ല. 10-ാം വാക്യത്തിൽ നാം കാണുന്നു, ശിമോൻ പത്രോസ് തനിക്കുള്ള വാൾ ഊരി മഹാപുരോഹിതൻ്റെ ദാസനെ വെട്ടി അവൻ്റെ വലത് കാത് അറുത്തു കളഞ്ഞു. ആ ദാസന് മൽക്കോസ് എന്നു പേർ. എന്തുകൊണ്ടാണ് ഈ കാരണത്താൽ അവർ ശിമോൻ പത്രോസിനെ അറസ്റ്റ് ചെയ്യാതിരുന്നത്? 11-ാം വാക്യം, യേശു പത്രോസിനോട് വാൾ ഉറയിലിടുക, പിതാവ് എനിക്ക് തന്ന പാനപാത്രം ഞാൻ കുടിക്കേണ്ടായോ എന്ന് പറഞ്ഞു. ഈ വൈദ്യനായ ലൂക്കോസ് തൻ്റെ സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്നത് യേശു ആ മനുഷ്യൻ്റെ കാത് തൊട്ട് സൗഖ്യമാക്കി എന്നാണ്. എന്നാൽ എന്തുകൊണ്ടാണ് അവർ പത്രോസിനെ പിടിക്കാതിരുന്നത്? ഇവർ പൊയ്ക്കൊള്ളട്ടെ എന്ന് യേശു പറഞ്ഞതാണ് അതിന് കാരണം. യേശുവാണ് ആജ്ഞ കൊടുക്കുന്നത്. ശിമോൻ പത്രോസ് അറിവില്ലാത്ത പാവം മീൻപിടുത്തക്കാരൻ. നീ പോകുന്നിടത്ത് എനിക്ക് എന്തുകൊണ്ട് വരുവാൻ കഴിയുകയില്ല എന്നവൻ കർത്താവിനോട് ചോദിച്ചതാണ്. താൻ കർത്താവിന് വേണ്ടി ജീവനെ വെച്ചു കൊടുപ്പാൻ പോലും തയ്യാറാണെന്നും അവൻ പറഞ്ഞിരുന്നു. അതവൻ അർത്ഥമാക്കുകയും ചെയ്തു. എന്നാൽ അവൻ പറയുന്നത് എന്ത് എന്ന് അറിയുന്നില്ല എന്നും ആ രാത്രിയിൽ തന്നെ അവൻ തന്നെ തള്ളിപ്പറയുമെന്നും യേശു അവനോട് പറയുകയുണ്ടായി. വിശ്വാസികൾ കർത്താവിനു വേണ്ടി ജീവിതം സമർപ്പിക്കുകയും പുനഃപ്രതിഷ്ഠ നടത്തുകയും ചെയ്യുന്നത് എളുപ്പമുള്ള കാര്യമാണ്. ശിമോൻ പത്രോസ് ഓരോ ക്ഷണവും സ്വീകരിച്ച് മുമ്പോട്ട് കടന്നു ചെല്ലുവാൻ മടിക്കുമായിരുന്നില്ല. നമ്മുടേതായ ശക്തിയിൽ നമുക്ക് അത് സാധ്യമല്ല എന്നതത്ര നമ്മുടെ പ്രശ്നം. പൗലോസ് അപ്പോസ്തലൻ്റെ അനുഭവവും അതുതന്നെയായിരുന്നു. തനിക്ക് പ്രവർത്തിപ്പാൻ ആഗ്രഹമുണ്ട്, എന്നാൽ ആഗ്രഹിക്കുന്നത് പോലെ പ്രവർത്തിക്കുവാൻ കഴിയുന്നില്ല എന്ന് പൗലോസ് പറഞ്ഞിരിക്കുന്നു. ക്രിസ്തുവിന് സമർപ്പിക്കപ്പെട്ട ജീവിതം പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ മാത്രമേ സാധ്യമായി തീരുകയുള്ളൂ. ഞാൻ അവന് വേണ്ടി മരിക്കും എന്നത് ഞാൻ യേശുവിന് കാണിച്ചു കൊടുക്കും എന്ന ചിന്തയായിരുന്നിരിക്കാം പത്രോസിൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്നത്. പത്രോസ് നല്ലൊരു മീൻപിടുത്തക്കാരനായിരുന്നു. അവന് വലയെറിയേണ്ടത് എപ്രകാരമെന്ന് നല്ലവണ്ണം അറിയാമായിരുന്നു. എന്നാൽ വാൾ ഉപയോഗിക്കുന്നതിൽ അവൻ നല്ല പരിചയമില്ലാത്തവനായിരുന്നു. തലയ്ക്കുന്നം വെച്ച് വെട്ടി എങ്കിലും ചെവിയാണ് അറുത്തുകൊണ്ടുപോയത്. കഴുത്തറുക്കാനുള്ള ശ്രമം കാതറുക്കുന്നതിൽ കലാശിച്ചു. അവൻ്റെ വാൾ ഉറയിലിടുവാനായി നമ്മുടെ കർത്താവ് പത്രോസിനോട് പറയും. തന്നെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയല്ല, അവരുടെ സ്വയരക്ഷയ്ക്ക് വേണ്ടിയായിരുന്നു മുമ്പ് വാളുള്ളവൻ എടുത്തുകൊള്ളട്ടെ എന്ന് യേശു അവരോട് പറഞ്ഞത്.
തന്നെ പിടിക്കുവാൻ വന്നവരുടെ കയ്യിൽ യേശു തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുക്കുന്നു. തൻ്റെ പിതാവ് അവന് കൊടുത്ത പാനപാത്രം കുടിപ്പാൻ അവൻ തയ്യാറാവുകയാണ്. തിരുവചനത്തിൽ പല പാനപാത്രങ്ങളെക്കുറിച്ച് സൂചിപ്പിച്ചിട്ടുണ്ട്. രക്ഷയുടെ പാനപാത്രമുണ്ട്, അതുപോലെ തന്നെ ആശ്വാസത്തിൻ്റെ പാനപാത്രമുണ്ട്. യിരെമ്യാ പ്രവചനത്തിൽ നാം വായിക്കും സന്തോഷത്തിൻ്റെ പാനപാത്രമുണ്ട്. കർത്താവ് ഇവിടെ എൻ്റെ പാനപാത്രം എന്ന് പറയും. നമ്മുടെ കർത്താവിന് കുടിക്കുവാനുള്ള പാനപാത്രം പിതാവ് അവന് നൽകിയതാണ്. അതെ, യേശു ഗത്സമനയിൽ വെച്ച് ഇപ്രകാരം പ്രാർത്ഥിച്ചു, പിതാവെ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണം. ക്രൂശിൽ അവൻ നമുക്ക് വേണ്ടി സഹിച്ച ന്യായവിധിയുടെ പാനപാത്രമായിരുന്നു അത്. യേശുക്രിസ്തുവിന് മുഖം തിരിച്ചു കളയുന്ന ഓരോ വ്യക്തിയും തന്നെത്താൻ ആ ന്യായവിധിയുടെ പാനപാത്രം കുടിച്ചേ മതിയാകൂ. ഇനിയും യേശുക്രിസ്തുവിന് പൂർണ്ണമായും അറയ്ക്കപ്പെട്ടതെങ്കിലും അവനത് നമുക്ക് വേണ്ടി കുടിച്ചു. അവൻ പൂർണ്ണ മനുഷ്യനായിരുന്നു, ഒട്ടും പാപമില്ലാത്തവൻ. എന്നിട്ടും അവൻ വെറുക്കപ്പെട്ട പാനപാത്രം കുടിച്ചു. കാരണം ആ പാനപാത്രം എൻ്റെയും നിങ്ങളുടെയും പാപത്തിൻ്റെ പാനപാത്രമായിരുന്നു. ഇനിയും ഒരു പാനപാത്രം കൂടിയുണ്ട്. ഈ ലോകത്തിന്മേൽ വരുവാനുള്ള ന്യായവിധിയുടെ പാനപാത്രമാണത്. ദുഷ്ടന്മാരുടെ മേൽ അവൻ കണികളെ വർഷിപ്പിക്കും. തീയും ഗന്ധകവും ഉഷ്ണക്കാറ്റും അവരുടെ പാനപാത്രത്തിലെ ഓഹരിയായിരിക്കും. 11-ാം സങ്കീർത്തനത്തിൻ്റെ 6-ാം വാക്യം. അതാണ് അവൻ്റെ കോപത്തിൻ്റെ പാനപാത്രം. ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവ എന്നോട് ഇപ്രകാരം അരുളി ചെയ്തു, ഈ ക്രോധമദ്യം നിറഞ്ഞ പാനപാത്രം എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി ഞാൻ നിന്നെ അയക്കുന്ന ജാതികളെ ഒക്കെയും കുടിപ്പിക്കുക എന്ന് യിരെമ്യാ പ്രവചനം 25-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യത്തിൽ നാം വായിക്കും. നമ്മുടെ കർത്താവ് പത്രോസിനോട് പറയുന്നത് എന്താണെന്ന് വീണ്ടും ശ്രദ്ധിക്കുക. വാൾ ഉറയിലിടുക, പിതാവ് എനിക്ക് തന്ന പാനപാത്രം ഞാൻ കുടിക്കേണ്ടയോ എന്ന് പറഞ്ഞു. പിതാവ് എനിക്ക് തന്ന പാനപാത്രം ഞാൻ കുടിക്കേണ്ടതല്ലയോ? പിതാവ് ആജ്ഞാപിക്കുന്നു. അവൻ ന്യായാധിപനാണ്. അതിനാൽ ഞാൻ പാനപാത്രം കൽപ്പന അനുസരിച്ച് കുടിക്കുവാൻ പോകുന്നു എന്നല്ല യേശു ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇതിനേക്കാൾ സ്വന്തമായ താല്പര്യം അഥവാ സമ്മതം കൂടുതലായി എങ്ങും കാണുവാൻ കഴിയുകയില്ല. നമ്മുടെ രക്ഷകൻ ഇത് മനസ്സില്ലാ മനസ്സോടെ ചെയ്തു എന്ന ധാരണ ഉണ്ടായിക്കൂടാ. എബ്രായലേഖനം 12-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, തൻ്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിൻ്റെ വലത്തുഭാഗത്ത് ഇരിക്കുകയും ചെയ്തു എന്ന്. 12-13 വാക്യങ്ങൾ നോക്കിക്കാട്ട്. പട്ടാളവും സഹസ്രാധിപനും യഹൂദന്മാരുടെ ചേവകരും യേശുവിനെ പിടിച്ചു കെട്ടി ഒന്നാമത് ഹന്നാവിൻ്റെ അടുക്കൽ കൊണ്ടുപോയി. അവൻ ആ സംവത്സരത്തെ മഹാപുരോഹിതനായ കയ്യഫാവിൻ്റെ അമ്മായിയപ്പൻ ആയിരുന്നു. മതഭരണാധിപന്മാരാണ് ഇതിനെല്ലാം ഗൂഢാലോചന നടത്തിയത്. അവർക്ക് ജനത്തെ ഭയമായിരുന്നതുകൊണ്ട് നമ്മുടെ കർത്താവ് നഗരത്തിന് പുറത്ത് അവർക്ക് അവനെ അറസ്റ്റ് ചെയ്യുവാനുള്ള അവസരം ഒരുക്കുകയാണ് ചെയ്തത്. യേശു തൻ്റെ മഹത്വത്തിലും മാന്യതയിലും മുന്നേറുകയാണ് ചെയ്യുന്നത്. അവൻ തന്നെ പിടിക്കുവാൻ അവരെ അനുവദിച്ചു. അവർ അവനെ പിടിച്ചു കെട്ടി. അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ട കുഞ്ഞാട് ആകുന്നു അവൻ. രോമം കത്തിരിക്കുന്നവരുടെ മുമ്പാകെ മിണ്ടാതെ ഇരിക്കുന്ന കുഞ്ഞാടാണ് അവൻ. അവൻ യാതൊരു എതിർപ്പും പ്രകടിപ്പിക്കുകയില്ല. അവർ യേശുവിനെ ഒന്നാമത് ഹന്നാവിൻ്റെ അടുക്കൽ കൊണ്ടുപോയി. യോഹന്നാൻ മാത്രമേ ഈ വിശദീകരണം നൽകുന്നുള്ളൂ. അതിനാൽ മറ്റ് ശിഷ്യന്മാർക്ക് കാണുവാൻ സാധിക്കാത്ത കാര്യങ്ങൾ കാണുവാനുള്ള അവസരം യോഹന്നാന് ലഭിച്ചു എന്ന് കരുതാവുന്നതത്രേ. ഹന്നാവ് മഹാപുരോഹിതനായിരുന്നു. അതുവരെയും മഹാപുരോഹിതൻ്റെ അരമനയിൽ ഉണ്ടായിരുന്നു എന്ന് കരുതാവുന്നതത്രേ. ഹന്നാവ് വളരെ ബുദ്ധിമാനും അതേസമയം നീചനുമായ ഒരു മഹാപുരോഹിതനായിരുന്നു. റോമ ഗവൺമെൻറ് അംഗീകരിച്ചിരുന്ന മഹാപുരോഹിതൻ കയ്യഫാവായിരുന്നു. എന്നാൽ മതസംഘടനകളുടെ യഥാർത്ഥ തലവൻ പഴയ ഹന്നാവ് തന്നെയായിരുന്നു. റോമിനെ എപ്രകാരം കൈകാര്യം ചെയ്യണമെന്ന് അറിഞ്ഞിരുന്ന ഒരു യഥാർത്ഥ നേതാവും രാഷ്ട്രീയക്കാരനുമായിരുന്നു ഹന്നാവ് എന്നത്രേ ഞാൻ ചിന്തിക്കുന്നത്. യേശുവിൻ്റെ അറസ്റ്റിനും വിചാരണയ്ക്കും ക്രൂശീകരണത്തിനും എല്ലാം ഗൂഢാലോചന നടത്തിയത് ഹന്നാവായിരുന്നു എന്നത്രേ എൻ്റെ നിഗമനം. യേശുവിൻ്റെ വിചാരണ വെറും ഒരു പ്രഹസനമായിരുന്നു എന്നത്ര ഞാൻ കരുതുന്നത്. അവർ അവനെ ആദ്യം ഹന്നാവിൻ്റെ അടുക്കൽ കൊണ്ടുപോയി. ഹന്നാവ്, കയ്യഫാവ്, പീലാത്തോസ് എന്നിവരുടെ കുറ്റത്തിന് നൂറ്റാണ്ടുകളായി നാം യഹൂദന്മാരെ യേശുവിൻ്റെ മരണത്തിന് ഉത്തരവാദികളായി ആരോപിക്കാറുണ്ട്. വാസ്തവത്തിൽ നാം എല്ലാവരും അവൻ്റെ മരണത്തിന് ഉത്തരവാദികളത്രേ. അവൻ ലോകത്തിൻ്റെ പാപങ്ങൾക്ക് വേണ്ടിയാണ് മരിച്ചത്. ഏതെങ്കിലും ഒരു ജാതിയെയോ കൂട്ടത്തെയോ വിരൽ ചൂണ്ടുന്നതിൽ അർത്ഥമില്ല. 14-ാം വാക്യത്തിൽ കാണുന്ന കയ്യഫാവോ ജനത്തിനു വേണ്ടി ഒരു മനുഷ്യൻ മരിക്കുന്നത് നന്ന് എന്ന് യഹൂദന്മാരുടെ ആലോചന പറഞ്ഞവൻ തന്നെ. കർത്താവായ യേശു മരിക്കേണ്ടതാണെന്ന് നേരത്തെ നിശ്ചയിക്കപ്പെട്ട സംഗതിയാണെന്ന് കാണിക്കേണ്ടതിനാണ് യോഹന്നാൻ ഇത് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവർ അത് നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നു.
റോമ ഗവൺമെൻറ്റിൻ്റെ അധികാരികളുടെ മുമ്പാകെ മരണശിക്ഷ വിധിക്കത്തക്കതായ കുറ്റം കെട്ടിച്ചമയ്ക്കുവാൻ ഹന്നാവിന് അറിയാമായിരുന്നു. യേശുവിൻ്റെ കുറ്റവിചാരണ വെറും പ്രഹസനം മാത്രമായിരുന്നു. ശിമോൻ പത്രോസ് യേശുവിനെ തള്ളിപ്പറയുന്നത് നാം വായിക്കുന്നു 18-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യം. ശിമോൻ പത്രോസും മറ്റൊരു ശിഷ്യനും യേശുവിൻ്റെ പിന്നാലെ ചെന്നു. ആ ശിഷ്യൻ മഹാപുരോഹിതന് പരിചയമുള്ളവനാകിയാൽ യേശുവിനോട് കൂടെ മഹാപുരോഹിതൻ്റെ നടുമുറ്റത്ത് കടന്നു. മറ്റൊരു ശിഷ്യൻ എന്ന് പറഞ്ഞിരിക്കുന്നത് യോഹന്നാനാണ്. യോഹന്നാൻ യെരുശലേമിലുള്ളവരുമായി പരിചയമുള്ളവനായിരുന്നതുകൊണ്ട് യേശുവിനോടുകൂടെ മഹാപുരോഹിതൻ്റെ നടുമുറ്റത്ത് പ്രവേശിക്കുവാനുള്ള ആ അനുമതി അവന് മാത്രം ലഭിച്ചു. യോഹന്നാന് അവരുമായി പരിചയമുണ്ടായിരുന്നു. അതിനാൽ അവിടേക്ക് പ്രവേശിക്കുന്നത് ഒരു വിധത്തിലും ഒരു പരീക്ഷ ആയിരുന്നില്ല. എന്നാൽ ശിമോൻ പത്രോസിന് അവിടെ കടക്കുന്നത് വിധി നിർണായകമായ ഒരു കാര്യമായിരുന്നു. അകത്ത് പ്രവേശിപ്പാൻ യോഹന്നാന് അനുവാദം ലഭിച്ചപ്പോൾ ശിമോൻ പത്രോസ് പുറത്ത് പടയാളികളോടൊപ്പം നിൽക്കുകയായിരുന്നു. 16-ാം വാക്യം. പത്രോസ് വാതിൽക്കൽ പുറത്തു നിൽക്കുമ്പോൾ മഹാപുരോഹിതന് പരിചയമുള്ള മറ്റേ ശിഷ്യൻ പുറത്തു വന്ന് വാതിൽ കാവൽക്കാരത്തിയോട് പറഞ്ഞു പത്രോസിനെ അകത്ത് കയറ്റി. ഇവിടെ യോഹന്നാന് പ്രവേശനം ലഭിച്ചു. എന്നാൽ പത്രോസ് പാവം മുക്കുവൻ, അവനെ ആരും അറിഞ്ഞിരുന്നില്ല. അവനകത്ത് കടക്കുവാൻ കഴിഞ്ഞില്ല. എന്നാൽ യോഹന്നാൻ വാതിൽ കാവൽക്കാരത്തിയോട് പത്രോസ് തൻ്റെ സ്നേഹിതനാണെന്നും പറഞ്ഞ് പത്രോസിനെയും അകത്ത് പ്രവേശിപ്പിച്ചു. പത്രോസ് മരണത്തെ ഭയപ്പെട്ടിരുന്നു. വാസ്തവത്തിൽ യോഹന്നാന് അവിടെ യാതൊരു ഭാവഭേദവും ഉണ്ടായിരുന്നില്ല. എന്നാൽ ശിമോൻ പത്രോസ് ആ കൂട്ടത്തിൽ ഒരിക്കലും ആയിരുന്നിട്ടില്ല. അതിനാൽ അവനെ പരിഭ്രമം ബാധിച്ചിരുന്നു. പത്രോസിന് സംസാരിക്കുക എന്നത് അവൻ്റെ പ്രത്യേക ഒരു സ്വഭാവമായിരുന്നല്ലോ. അവൻ ഒരു ഗലീലക്കാരൻ എന്ന് പെൺകുട്ടികൾ തിരിച്ചറിഞ്ഞു എന്ന് മറ്റു സുവിശേഷങ്ങളിൽ പറഞ്ഞിരിക്കുന്ന കാര്യം ഓർക്കുക. കാരണം പത്രോസിൻ്റെ സംസാരമാണ് അവനെ ഒരു ഗലീലക്കാരൻ എന്ന് തിരിച്ചറിയുവാൻ ഇടയാക്കിയത്. പത്രോസ് വളരെയധികം സംസാരിക്കുന്ന സ്വഭാവക്കാരനായിരുന്നു. ഒരു പെൺകുട്ടിയുടെ ചോദ്യത്തിൻ്റെ മുൻപിൽ പത്രോസ് കർത്താവിനെ തള്ളിപ്പറയുകയാണ് ചെയ്തത്. ഇവിടെ നമുക്കൊരു പാഠമുണ്ട്. മറ്റൊരു വിശ്വാസിക്ക് പോകാൻ കഴിയാത്ത സ്ഥാനത്ത് പോകുവാൻ താങ്കൾക്ക് കഴിഞ്ഞെന്ന് വരാം. ശിമോൻ പത്രോസിനെ സംബന്ധിച്ചിടത്തോളം അവിടെ പോകരുതായിരുന്നു. എന്നാൽ യോഹന്നാന് അവിടെ പോയത് ഒരു തെറ്റുമില്ലാത്ത കാര്യമായിരുന്നു. 17-ാം വാക്യം. വാതിൽ കാക്കുന്ന ബാല്യക്കാരത്തി പത്രോസിനോട് നീയും ഈ മനുഷ്യൻ്റെ ശിഷ്യന്മാരിൽ ഒരുവനോ എന്ന് ചോദിച്ചു. അല്ല എന്നവൻ പറഞ്ഞു. യേശുവിൻ്റെ അനുഗാമികൾ അവിടെ ഉണ്ടായിരിക്കും എന്ന് അവൾക്കറിയാമായിരുന്നു. പത്രോസ് അവരിൽ ഒരാളായിരിക്കും എന്ന് അവൾ ഊഹിക്കത്രേ ചെയ്തത്. വാതിൽക്കൽ കൂടി പത്രോസ് കടന്ന് പോകുവാൻ ശ്രമിക്കുമ്പോൾ അവൾ വെറുതെ ഇപ്രകാരം ചോദിച്ചു, നീയും ഈ മനുഷ്യൻ്റെ ശിഷ്യന്മാരിൽ ഒരാളല്ലേ? അല്ല എന്ന് പത്രോസ് മറുപടി നൽകിയിട്ട് നടന്നു പോകും. 18-ാം വാക്യം. അന്ന് കുളിറാകൊണ്ട് ദാസന്മാരും ചേവകരും കനൽ കൂട്ടി തീ കാഞ്ഞുകൊണ്ടിരുന്നു. പത്രോസും അവരോടുകൂടെ തീ കാഞ്ഞുകൊണ്ട് നിന്നു. അരമനയുടെ പുറത്ത് ആളുകൾ കൂടി വന്നിരുന്നു. രാവിലെ സമയം കൂടുതലും പടയാളികളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അവർ തീ കാഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പത്രോസും തണുപ്പ് മാറ്റുന്നതിനായി അവരുടെ അടുത്ത് പോയിരുന്നു. ഇനിയും മഹാപുരോഹിതൻ്റെ മുൻപാകെയുള്ള കർത്താവിൻ്റെ വിസ്താരമാകുന്നു നാം കാണുന്നത്. 19 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ മഹാപുരോഹിതൻ യേശുവിനോട് അവൻ്റെ ശിഷ്യന്മാരെയും ഉപദേശത്തെയും കുറിച്ച് ചോദിച്ചു. അതിന് യേശു, ഞാൻ ലോകത്തോട് പരസ്യമായി സംസാരിച്ചിരിക്കുന്നു. പള്ളിയിലും എല്ലാ യഹൂദന്മാരും കൂടുന്ന ദൈവാലയത്തിൽ ഞാൻ എപ്പോഴും ഉപദേശിച്ചു, രഹസ്യമായി ഒന്നും സംസാരിച്ചിട്ടില്ല. നീ എന്നോട് ചോദിക്കുന്നത് എന്ത്? ഞാൻ സംസാരിച്ചത് എന്തെന്ന് കേട്ടവരോട് ചോദിക്കാം. ഞാൻ പറഞ്ഞത് അവർ അറിയുന്നു എന്നുത്തരം പറഞ്ഞു. ഇവിടെ യേശുക്രിസ്തുവിൻ്റെ വിസ്താരത്തിലേക്ക് രംഗം വീണ്ടും മാറുന്നു. കർത്താവായ യേശുവിൻ്റെ ആ തന്മയത്വം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. 22-23 വാക്യങ്ങളിൽ അവനിങ്ങനെ പറയുമ്പോൾ ചേവരിൽ അരികെ നിന്ന ഒരുത്തൻ മഹാപുരോഹിതനോട് ഇങ്ങനെ ഉത്തരം പറയുന്നു എന്ന് പറഞ്ഞ് യേശുവിൻ്റെ കന്നത്തടിച്ചു. യേശു അവനോട്, ഞാൻ ദോഷമായി സംസാരിച്ചുവെങ്കിൽ തെളിവ് കൊടുക്കുക, അല്ലെങ്കിൽ എന്നെ തല്ലുന്നത് എന്ത് എന്ന് പറഞ്ഞു. ഇവിടെ കർത്താവ് അവനെ ചോദ്യം ചെയ്യുന്നു. യേശുവിന് അപ്രകാരം നിന്ന സഹിക്കേണ്ടതായി വന്നു. എൻ്റെയും നിങ്ങളുടെയും പാപങ്ങൾക്ക് വേണ്ടി അവൻ മരിക്കുവാൻ തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. എന്നിരുന്നാലും അവർ ചെയ്യുന്നത് മോശയുടെ ന്യായപ്രമാണത്തിനും നിയമത്തിനും വിരുദ്ധമായിട്ടാണെന്ന കാര്യം യേശു അവരുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നു. അവൻ എന്തെങ്കിലും കുറ്റം ചെയ്തു എന്നതിൻ്റെ സാക്ഷ്യം അവർക്കില്ല. എങ്കിലും അവർ അവനെ അടിച്ചു. അവരാണ് വാസ്തവത്തിൽ നിയമം ലംഘിക്കുന്നവർ, കർത്താവല്ല. യാതൊരു വിസ്താരവും രാത്രിയിൽ ആരംഭിക്കുകയോ രാത്രിയിൽ അവസാനിപ്പിക്കുകയോ ചെയ്യാൻ പാടില്ലാത്തതാണ്. അതുപോലെ തന്നെ ഒരു വിസ്താരം ഒരു ദിവസം ആരംഭിച്ച് അന്ന് തന്നെ അവസാനിപ്പിക്കുവാനും പാടില്ലാത്തതാണ്. കുറ്റക്കാരനെന്ന് തെളിയിച്ചിട്ടില്ലാത്ത ഒരു തടവുകാരനെ അവർ അടിച്ചുകൂടാത്തതാണ്. അവനെ ശിക്ഷിക്കാൻ നിയമം അനുവദിക്കുന്നില്ല.
24 വാക്യം. ഹന്നാവ് അവനെ കെട്ടപ്പെട്ടവനായി മഹാപുരോഹിതനായ കയ്യഭാവിന്റെ അടുക്കൽ അയച്ചു. ഹന്നാവാണ് അവനെ ബന്ധിപ്പിച്ചത്. അതിന് കാണിക്കേണ്ടതിനത്രേ യോഹന്നാൻ ഈ വാക്യം വീണ്ടും ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. ഇതിൻ്റെ എല്ലാം സൂത്രധാരൻ ഹന്നാവായിരുന്നു. ഇനിയും പത്രോസ് അവനെ തള്ളിപ്പറയുന്ന കാര്യം കൂടി നമുക്ക് നോക്കാം. 25 മുതൽ 27 വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത്, ശിമോൻ പത്രോസ് തീ കാഞ്ഞു നിൽക്കുമ്പോൾ നീയും അവൻ്റെ ശിഷ്യന്മാരിൽ ഒരുത്തനല്ലയോ എന്ന് ചിലർ അവനോട് ചോദിച്ചു. അല്ല എന്ന് അവൻ മറുത്തു പറഞ്ഞു. മഹാപുരോഹിതന്റെ ദാസന്മാരിൽ വെച്ച് പത്രോസ് കാതറുത്തവൻ്റെ ചാർച്ചക്കാരനായ ഒരുത്തൻ, ഞാൻ നിന്നെ അവനോടുകൂടെ തോട്ടത്തിൽ കണ്ടില്ലയോ എന്ന് പറഞ്ഞു. പത്രോസ് പിന്നെയും മറുത്തു പറഞ്ഞു. ഉടനെ കോഴി കൂകി. മറ്റ് സുവിശേഷങ്ങളിൽ നിന്നും പത്രോസ് പുറത്തുപോയി അതിദുഃഖത്തോടെ കരഞ്ഞതായി കാണുന്നു. യേശുക്രിസ്തുവിൻ്റെ അടികൊണ്ട് രക്തമൊഴുകുന്ന മുഖം പത്രോസ് കണ്ടു എന്നും പത്രോസും യേശുവും മുഖാമുഖം കണ്ടു എന്നും അത്ര ഞാൻ ചിന്തിക്കുന്നത്. അതുകൊണ്ടത്രേ അവൻ പുറത്തുപോയി ഒരു കൊച്ചുകുട്ടിയെപ്പോലെ കരഞ്ഞത്. മൽക്കോസിൻ്റെ ചാർച്ചയിൽപ്പെട്ട ഒരാളുമായിട്ടാണ് അവൻ വാദവിവാദം നടത്തിയതെങ്കിൽ അവൻ വളരെ കോപത്തോടെ സംസാരിച്ചിരിക്കാനിടയുണ്ട്. പത്രോസ് തൻ്റെ കർത്താവിനെ തള്ളിപ്പറഞ്ഞു. എന്നാൽ കർത്താവ് അവന് വേണ്ടിയും കൂടി മരിക്കുവാൻ പോകുന്ന യാത്രയിലായിരുന്നു എന്ന് മാത്രമല്ല, പത്രോസിൻ്റെ വിശ്വാസം പൊയ്പോകാതിരിക്കേണ്ടതിന് വേണ്ടി കർത്താവ് പ്രാർത്ഥിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞിരിക്കുന്നു. നമ്മുടെ കർത്താവ് എത്ര നല്ലവനാണല്ലേ! യൂദായെപ്പോലെ തന്നെ ഹീനമായ ഒരു കൃത്യം ചെയ്തതിന് ശേഷം എന്തുകൊണ്ടാണ് പത്രോസിന് കർത്താവിലേക്ക് മടങ്ങി വരുവാൻ കഴിഞ്ഞത്? അവൻ ഒരു ദൈവവേദലായിരുന്നു എന്നതാണ് അതിൻ്റെ കാരണം. താൻ ചെയ്തത് എന്താകുന്നു എന്നും മനസ്സിലായപ്പോൾ അവൻ്റെ ഹൃദയം തകരുകയാണ് ചെയ്തത്. ഒരു ദൈവവേദൽ ദൈവത്തിൽ നിന്ന് അകന്നു പോയി എന്ന് വരാം, എന്നാൽ ദൈവം അവനിൽ നിന്നും അകലത്തില്ല. പുനരുത്ഥാനത്തിന് ശേഷം കർത്താവ് വ്യക്തിപരമായി പത്രോസിന് പ്രത്യക്ഷനായി. പെന്തക്കോസ് നാളിൽ ഒന്നാമത്തെ പ്രസംഗം ചെയ്യുവാൻ കർത്താവ് പത്രോസിനെ തിരഞ്ഞെടുത്തു. അതിനോട് താരതമ്യപ്പെടുത്താവുന്ന പ്രസംഗം വേറെ ഇല്ല. ഇപ്രകാരമുള്ള ഒരു രക്ഷകനെയും കർത്താവിനെയും നമുക്ക് ലഭിച്ചത് എത്രയോ ഉന്നതമായ പദവിയാണല്ലേ! നാം ദൈവത്തിൽ നിന്നും അകന്നു പോയാലും ദൈവം നമ്മിൽ നിന്നും അകന്നു പോകില്ല. അതാണ് പത്രോസിൻ്റെ അനുഭവത്തിൽ നിന്നും നാം പഠിച്ചത്. അനുതപിച്ച് അടുത്ത് വരുന്ന ഏതൊരു പാപിക്കും രണ്ടാമതൊരവസരം കൊടുക്കുന്ന കർത്താവായ യേശുക്രിസ്തു. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, താങ്കൾ ചെയ്ത ഏതെങ്കിലും തെറ്റിനാൽ മനം മടുത്തിരിക്കുന്ന ഒരു വ്യക്തിയാണോ താങ്കൾ? യേശുവിൻ്റെ അടുത്തേക്ക് വന്ന് ആ അവസരം തരുന്ന കർത്താവിനെ നിങ്ങൾ ആശ്രയിക്കുമോ? ഇന്നത്തെ ഈ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഒരുമിച്ച് വേറൊരു വിഷയവുമായി കൂടി വരാം. അതുവരെ ദൈവം നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കുമാറാകട്ടെ.